എം സ്വരാജ് എന്താണ് പറയുന്നത്? ഈ ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലെ LDF നടന്ന മാർച്ചിനെ കുറിച്ചും ഈ രാഷ്ട്രീയവൽക്കരണ ആരോപണം സ്വരാജിനുണ്ടോ? സ്വരാജിനോട് നമ്മൾ രാവിലെ അത് ചോദിച്ചിരുന്നു. സ്വരാജ് ആ വിഷയത്തിൽ പ്രതികരിച്ചത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകളുണ്ട്. അതിന് പൊളിറ്റിക്കലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ കാട്ടുപന്നിയെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല. UDFന്റെ ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത്. പഞ്ചായത്തിന്റെ ഭരണസമിതി അത് തയ്യാറായിട്ടില്ല. അതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് എം സ്വരാജ് പറയുന്നുണ്ട്. കൂടുതൽ പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് മാർച്ച് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വഴിക്കടവ് പഞ്ചായത്തിൻ്റെ മുന്നിൽ തന്നെയാണ്. ഇപ്പോൾ പോലീസിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസ് ഇവിടെ ബാരിക്കേഡുകൾ വെച്ച് പ്രകടനം വരുമ്പോൾ അത് തടയാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് നടക്കുമ്പോൾ തടയുക എന്നുള്ളതാണ്. പക്ഷേ ഒരു സംഘർഷാവസ്ഥ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഈ ബാരിക്കേഡുകൾ വെച്ച് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ മാർച്ച് വഴിക്കടവ് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർച്ചായിട്ട് വരും. ഇടതുമുന്നണിയുടെ പ്രവർത്തകർ വരും. A വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുക എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അദ്ദേഹം തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് നിലമ്പൂർ മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി വിഷയം മാറിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ വരുന്നുണ്ട്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം LDF പറയുമ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളായിരുന്നു UDF പറഞ്ഞുകൊണ്ടിരുന്നത്. പെരുന്നാൾ അവധി അടക്കമുള്ള വിഷയങ്ങൾ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിലെ ഈ പൊളിഞ്ഞു വീഴുന്നത്, അതിന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക അടക്കമുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇന്നലെ ഉണ്ടായ ഈ സംഭവം അത് വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി LDF മാറ്റുന്നുണ്ട്. UDFന്റെ ഒരു പ്രതിഷേധ മാർച്ച് KSEB ഓഫീസിലേക്കുണ്ട്. അവർ പറയുന്നത് KSEBയുടെ വീഴ്ച മൂലമാണ് ഈ സംഭവം ഉണ്ടായത്. KSEBക്ക് നേരത്തെ പരാതി നൽകിയിട്ടും KSEB കാര്യക്ഷമമായി ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായതെന്ന് UDF പറയുന്നു. അതേസമയം തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിൽ വീഴ്ചയുണ്ട്, പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതിനകത്ത് 2 പാർട്ടികൾ, 2 മുന്നണികളും ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനകം തന്നെ മാർച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിച്ചേരും. അജിംസ്.